സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നിത്യ നിന്റെ ഭാര്യയാ. നിനക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ലെന്നറിയാം. പക്ഷേ സാവധാനത്തിൽ നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു പെൺകുട്ടിയുടെ കണ്ണുനീർ നീ ഈ കുടുംബത്തിന് വീഴ്ത്തരുത്. ദൈവമേ, എത്ര പെട്ടെന്നാ ഞാനൊരു ഭാര്യയും അമ്മയും മാറിയത്. കല്ലിമോളെ എനിക്കെൻ്റെ സ്വന്തം മോളായിട്ട് കാണാൻ കഴിയും. പക്ഷേ മാധവ് സാറിനെ എനിക്ക് ഭർത്താവായിട്ട് കാണാൻ സാധിക്കുമോ? എനിക്കതിന് സാധിച്ചാലും മാധവ് സാറിന് അതിന് കഴിയുമോ? ഈ വീട്ടിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ ദൈവമേ? എൻ്റെ മോള് ഒന്നുകൊണ്ടും വിഷമിക്കരുത്. എല്ലാം നല്ലതിനാണ്. എൻ്റെ മോൻ നിന്നെ സ്നേഹിക്കും. അവൻ ഉള്ളുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും അവൻ നിന്റെ കഴുത്തി ഈ താലി ചാർത്തില്ലായിരുന്നു. ഏതൊരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം നീ ഞങ്ങൾക്ക് വേണ്ടി ഇല്ലാതാക്കി. ഈ അമ്മയ്ക്ക് വേണ്ടി. അമ്മ, ഞാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ സ്വപ്നങ്ങളൊന്നും കാണാറില്ലായിരുന്നു. എന്തിന്? ഒരു മിഠായി വേണമെന്ന് പോലും ഞാൻ ആശിച്ചിട്ടില്ല. കാരണം അത് കിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇപ്പം സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തു തന്നെ ആയാലും ഞാൻ ഇതുവരെ അനുഭവിച്ച കഷ്ടത്തിൻ്റെ അത്ര ഒന്നും വരത്തില്ല അമ്മ ഇത്. അമ്മ ഈ ഒരു കാര്യം ഓർത്തിട്ട് വിഷമിക്കണ്ട. എനിക്ക് സങ്കടമൊന്നുമില്ല അമ്മ. ഇനി മുതൽ മോളിവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട. മാധവന്റെ റൂമിലേക്ക് മാറണം. ഇല്ലെങ്കിൽ പിന്നീട് അത് മാറ്റാൻ സാധിച്ചില്ലെന്ന് വരും. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സ് തുറന്നൊന്ന് സംസാരിച്ച തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മോളെ. നിങ്ങളത് വേഗം സംസാരിച്ച് തീർക്കണം. അതൊക്കെ നമുക്ക് ആലോചിക്കാമേ. ഇപ്പോൾ മാധവ് സാറിന് എന്നെ കാണുന്നത് പോലും ദേഷ്യമായിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആറി തണുക്കട്ടെ അമ്മ. മോള് കുറച്ചു നേരം സമാധാനത്തോടു കൂടി ഇവിടെ ഇരിക്കെ. ദൈവമേ, എന്തായി തീരും എൻ്റെ ജീവിതം? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. കല്ലുമോള് ഉറങ്ങിയോ? പാവം കല്ലുമോള്. ഇന്നത്തെ ദിവസം അവളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും പറ്റിയില്ല. പാവം കുഞ്ഞ്. നിത്യ, നിൽക്ക്. അകത്തോട്ട് കയറിയ വാതിലടയ്ക്ക്. നിത്യ എന്താ വന്നത്? സാർ, ഞാൻ വന്നത് കല്ലുമോള് ഉറങ്ങിയോന്നറിയാൻ വേണ്ടിയിട്ടാ. അവൾ ഉറങ്ങിയല്ലോ. ഇനിയിപ്പം ഞാൻ നാളെ കണ്ടോളാം. നിത്യക്ക് എന്നോട് വേറെന്തെങ്കിലും പറയാനുണ്ടോ? അത് സാർ, ഞാനൊരിക്കലും സാറിനൊരു ഭാരമാവരുന്ന് വിചാരിച്ചതാ. പക്ഷേ എൻ്റെ ഇങ്ങനൊരു ജന്മമായിപ്പോയി. എന്നെ കൊണ്ട് ആർക്കും സന്തോഷം കൊടുക്കാനും കഴിയില്ല. സ്വയമേ സന്തോഷിക്കാനും പറ്റില്ല. ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പം അച്ഛൻ ചെറിയമ്മ വിവാഹം കഴിച്ചു. ആദ്യമൊക്കെ സന്തോഷമായിരുന്നു. പിന്നെ പിന്നെ ചെറിയമ്മയുടെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി. അവർക്കും 2 പിള്ളേർ ജനിച്ചപ്പോഴാണ് വീണ്ടും എനിക്കും എൻ്റെ അച്ഛനും ഒത്തിരി ഒത്തിരി യാതനകൾ അനുഭവിക്കേണ്ടി വന്നത്. ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെയാ എൻ്റെ അച്ഛൻ അങ്ങ് പോയത്. ഇതെല്ലാം സാറിന് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ കാരണം സാറിൻ്റെ ജീവിതം നശിച്ചല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. സാറ് പറഞ്ഞാൽ മതി. സാർ എപ്പോൾ പറഞ്ഞാലും ഈ വീട് വിട്ടു പോകാൻ ഞാൻ തയ്യാറാണ്. സാറാണ് എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ സാറിനോട് അറിയാതെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. സാർ എന്നോട് പൊറുക്കണം. ഹേയ് നിത്യ, താൻ എന്തായി കാണിക്കുന്നത്? താനിപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റേ. ഇതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇനി അതൊന്നും ഓർമ്മിപ്പിക്കണ്ട. എഴുന്നേക്ക്. എനിക്കറിയാം സാറിന് എന്നെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിൻ്റെ കഴുത്തിൽ താലിക്കായി തല കുനിച്ച് നിന്നത്. ഞാനൊരിക്കലും സാറിൻ്റെ ഭാര്യ എന്ന അവകാശവാദവുമായി ഇങ്ങോട്ടേക്ക് വരില്ല സാർ. ഒരിക്കലും. ഞാൻ കല്ലിമോളെ നോക്കാൻ വന്ന സ്ത്രീ എന്ന രീതിയിൽ ഇവിടെ കഴിഞ്ഞോളാം. സാർ എപ്പോൾ ഈ വീട് വിട്ട് പോകാൻ പറയുന്നു ആ നിമിഷം ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഒന്ന് നിന്നേ. താൻ ഇന്നു മുതൽ ഈ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. സാർ എന്താ ഇപ്പൊ പറഞ്ഞത്? താൻ ഇന്നു മുതൽ ഈ റൂമിൽ കിടന്നാ മതിയെന്ന്.
ഞാൻ ഇവിടെയും താൻ അവിടെയും കിടന്ന അമ്മയ്ക്കത് സഹിക്കാൻ കഴിയില്ല. അല്ലാതെ തന്നെ ഞാൻ കാരണം അമ്മ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇനി ഈ ഒരു വേദന കൂടി നൽകണ്ട. ആ പാവം വിശ്വസിച്ചോട്ടെ ഈ മകൻ ജീവിതത്തിൽ സന്തുഷ്ടനാണെന്ന്. അച്ഛ, സംഭവിച്ചതൊക്കെ നല്ലതിനാണോ എന്നറിയില്ല. പക്ഷെ അച്ഛൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവണം. ഈ കിട്ടിയ ജീവിതത്തിൽ ഞാൻ സന്തുഷ്ടയാണ്. സാർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്ന നിമിഷം വരെ ഞാൻ കാരണം ഈ വീട്ടുകാർക്ക് ആർക്കും ഒരു ദോഷവും വരില്ല. അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. അമ്മേ, ആ മോൾ എണീറ്റോ? മോൾ ഇന്നലെ അവൻ്റെ കൂടെയാണോ കിടന്നേ? അതെ അമ്മേ. സാറ് പറഞ്ഞു ഇന്ന് തൊട്ടിനി സാറിൻ്റെ റൂമിൽ കിടന്നാൽ മതിയെന്ന്. അതേതായാലും നന്നായി മോളെ. ഇത് നല്ലൊരു തുടക്കമാ. ഞാൻ പറഞ്ഞില്ലേ അവൻ നിന്നെ സ്നേഹിക്കുമെന്ന്. എന്നാലും എൻ്റെ സരസ്വതി അമ്മേ, ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ദേ ഇപ്പൊ സാറിന്റെ ബെഡ്റൂം വരെയായി. ഇതൊക്കെ ശരിയാണോ? ഇപ്പോ നിത്യ മാധവന്റെ ഭാര്യ ഭർത്താവിന്റെ റൂമിലല്ലാതെ വേറെ എവിടെയാ കിടക്ക? ഭാനു, ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിച്ചധികം തല പുണ്ണാക്കണ്ട മോളെ. നീ അവന് ചായ കൊണ്ടേ കൊടുക്കാൻ നോക്ക്. സാർ, ചായ. നിത്യ എന്തിന് ഇങ്ങോട്ടേക്ക് ചായ കൊണ്ടുവന്നത്? ഞാൻ സാധാരണ അവിടെ പോയി കുടിക്കുവാണല്ലോ പതിവ്. അല്ല, അമ്മ പറഞ്ഞു സാറിന് ചായ കൊണ്ടുതരാൻ. അമ്മ എങ്ങനെ പലതും പറയും. അതൊന്നും കേട്ടെ നിത്യ തുള്ളാൻ നിക്കണ്ട. ആ ചായ അവിടെ വെച്ചേക്ക്, ഞാൻ കുടിച്ചോളാം. മുരടൻ. ഇങ്ങേർക്ക് ഞാൻ ചായ കൊടുത്താ അങ്ങേറെ തൊണ്ടേ കൂടെ ഇറങ്ങൂലേ? എന്തൊരു മുരടനാണിത്. അതേലോ കല്ലൂസേ. നിത്യ, കല്ലുവിനെ കൊണ്ടുപോയി കഴിക്കാൻ കൊടുക്ക്. എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. വാ കല്ലൂസേ, നമുക്ക് പുറത്തോട്ട് പോവാം.